Hi students, welcome to Civil Drugs PSC. ഇന്നത്തെ ഈ വീഡിയോയിൽ ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാം നോക്കുന്നവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അവരുടെ സിലബസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. വീഡിയോയിൽ എല്ലാ സിലബസും ടോപ്പിക് വൈസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോ സബ്ജക്റ്റും ടോപ്പിക് വൈസ് അതുപോലുള്ള ഓരോ ടോപ്പിക്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വന്ന സിലബസ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ എല്ലാവരും കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും, നമ്മുടെ സെപ്റ്റംബർ 23 നടത്താൻ വച്ചിരുന്ന എക്സാമുകളുടെ തീയതി മാറ്റിയിരുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. അതായത് കാറ്റഗറി നമ്പർ 033/2024 ഓവർസർ ഗ്രേഡ് 3 അത് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതാണ്. അതുപോലെ 238/2024 ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, 385/2024 വർക്ക് സൂപ്രണ്ടൻറ്റ്, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ 3 എക്സാമുകളും സെപ്റ്റംബർ 23 PSC നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അത് പിന്നീട് ആ ഒരു തീയതി മാറ്റിവെച്ചതായി PSCയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഒരു അറിയിപ്പുണ്ടായി. ഓക്കെ, ഈ ഒരു അറിയിപ്പ് അവർ PSCയുടെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാൽ നമ്മുടെ PSC തന്നെ വീണ്ടും ഈ 2 എക്സാമുകൾക്ക്, അതായത് കാറ്റഗറി നമ്പർ 33/2024 അതുപോലെ 238/2024 ഈ 2 എക്സാമുകളും ഒരുമിച്ചാണ് നടത്തുന്നത്. അതിനു വേണ്ടിയിട്ട് സിലബസ് കമ്പൈൻ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ 2 എക്സാമിനും കൂടിയിട്ടുള്ള സിലബസാണ് PSC ഇറക്കിയിരിക്കുന്നത്. അതിൽ ആ സിലബസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എക്സാം തീയതി മാറ്റിയെന്ന് പറഞ്ഞ് പ്രിപ്പറേഷൻ പിന്നീട് തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കരുത് ആരും. PSC സിലബസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ എക്സാമിൻ്റെ ഡേറ്റും നമുക്ക് അപ്ഡേറ്റായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഈ ഒരു സിലബസിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഈ സിലബസ് പറയുന്നത് കാറ്റഗറി നമ്പർ 333/2024 അതുപോലെ 238/2024 ഈ 2 കാറ്റഗറിക്ക് വേണ്ടിയുള്ള സിലബസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അവർ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പറയുന്നുണ്ട്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമുക്ക് 10 മാർക്കിനാണ് ഉള്ളത്. ഓക്കെ, 10 മാർക്കിനാണ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ പറയുന്നത്. അതിൽ ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിൻ്റെ മെറ്റീരിയൽസ്, ഇക്വിപ്മെൻറ്റ്, ദെൻ ലെറ്ററിങ്, ഡയമെൻഷനിങ്, സ്കെയില്, പ്ലെയിൻ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ, പ്രൊജക്ഷൻ. ഓക്കെ, ആ ഒരു ബേസിക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലുള്ള എല്ലാ സബ്ജക്റ്റും അവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് 10 മാർക്കിനാണ് PSC പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നതാണ് യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ. ഓക്കെ, യൂണിറ്റ് ആൻഡ് മെൻസുറേഷനിൽ 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് ആൻഡ് മെൻസുറേഷനിൽ 6 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ഉണ്ട്, ദെൻ മെഷർമെൻറ്റ് ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, പോളിഗൺസ്, സർക്കിളിൻ്റെയും പോളിഗൺസിൻ്റെയും ട്രയാങ്കിൾസിൻ്റെയും ഏരിയയും പെരിമീറ്ററും ചോദിക്കും. അതുപോലെ വോളിയം ഓഫ് സോളിഡ്സിൻ്റെ വോളിയവും നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ഓക്കെ, ആ ഒരു ഭാഗത്ത് നിന്നും 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ദെൻ അടുത്തതാണ് ഓട്ടോകേഡ്. ഓക്കെ, ഓട്ടോകേഡിൽ നിന്ന് 8 മാർക്കിനാണ് സിലബസ് ആക്കിയിരിക്കുന്നത്. ഓക്കെ, ഓട്ടോകേഡിൽ നിന്ന് 8 മാർക്കിനാണ് എക്സാമിന് വരുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു ആട്ടോകേഡ് ഉണ്ട്, ബേസിക് കമാൻഡ് ഉണ്ട്, ഡ്രോയിങ് ടൂൾ ബോക്സും അതിൻ്റെ മോഡിഫൈഡ് ടൂൾ ബാറും ഉണ്ട്, പ്ലോട്ടിംഗ് ആൻഡ് പ്രിൻറ്റിങ്. ഓക്കെ, അപ്പോൾ ഈ ഓട്ടോകേഡ് ഗ്രേഡ് 3 എക്സാം ആയിരുന്നെങ്കിൽ പോലും നിങ്ങൾ കുറച്ചുകൂടെ വാല്യൂ കൊടുത്ത് തന്നെ ഓട്ടോകേഡ് നോക്കാൻ ശ്രമിക്കണം. കാരണം നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ PSC നടന്നു വരുന്ന ട്രെൻഡ് അനുസരിച്ച് ഓട്ടോകേഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു റാങ്ക് മേക്കിംഗ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പല തവണകളായി വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഓട്ടോകേഡും നിങ്ങളൊരു നല്ല വാല്യൂ കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഓട്ടോകേഡിൽ നമുക്ക് 8 മാർക്കിനാണ് സിലബസ് പ്രകാരം ഉള്ളത്. ഓക്കെ, ദെൻ അടുത്തതാണ്ട സർവേയിങ്. ഓക്കെ, സർവേയിങ്ങിൽ നമുക്ക് 9 മാർക്കിനാണ് പറയുന്നത്. ഓക്കെ, സർവേയിങ്ങിൽ 9 മാർക്കിനാണ് പറയുന്നത്. അതിൽ കൺവെൻഷണൽ സർവേയിങ്, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, ടൈംസ്, യൂസ്ഡ് ഇൻ ചെയിൻ, കോമ്പസ്, പ്ലെയിൻ ടേബിൾ, ലെവലിംഗ്, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്, ടൈപ്പ് ഓഫ് ലെവലിംഗ്, റിഡക്ഷൻ ഓഫ് ലെവൽ, കോണ്ടൂർ, തിയോർലൈറ്റ്, മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെൻ്റ്. ഓക്കെ, മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഓരോ ഇൻസ്ട്രുമെൻറ്റും GPS, ടോട്ടൽ സ്റ്റേഷൻ, അതൊന്നും അവർ എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എല്ലാം തന്നെ നോക്കി വെച്ചിരിക്കണം. ഓക്കെ, മോഡേൺ ആൻഡ്
മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേ ഇൻസ്ട്രുമെൻ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ GPS, റോട്ടർ സ്റ്റേഷൻ എല്ലാ മോഡേൺ ഇൻസ്ട്രുമെൻറ്റും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതിൽ തന്നെ. അപ്പോൾ സോ അതെല്ലാം നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ എത്രയാണ്? 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ വരുന്നത് സ്റ്റോൺ, ബ്രിക്ക്, ടൈല്, സിമൻറ്റ്, ലൈം ആൻഡ് ഫില്ലർ മെറ്റീരിയൽസ്, പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ്, റീൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്, ടിമ്പർ, ഫൗണ്ടേഷൻ വരുന്നുണ്ട്, മേസൺറി, റൂഫിംഗ്, ഫ്ലോറിംഗ്, ബിൽഡിംഗ് ഫിനിഷസ് ആൻഡ് സർവീസ്, ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഓക്കെ, അതിൽ ആ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും കൂടെ ഒരുമിച്ചാണ് അവർ 10 മാർക്കിന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസിനും സബ്ജക്റ്റ് ഒരുമിച്ചാണ് ആ ഒരു സിലബസിൽ 10 മാർക്കിനെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ സ്റ്റോണ്, ബ്രിക്ക്, ടൈല്, സിമൻറ്റ്, ലൈമ്, അതുപോലെ തന്നെ നമ്മുടെ ടിമ്പർ, ദെൻ ആ ഒരു ഫിനിഷിങ് അതായത് ട്രീറ്റ്മെൻറ്റ് ഫോർ ബിൽഡിംഗ്, അതൊക്കെ നമ്മുടെ മെറ്റീരിയൽസ്, പെയിൻറ്റ്, അതൊക്കെ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ വരുന്നതാണ്. അതുപോലെ കൺസ്ട്രക്ഷനിൽ വരുന്നതാണ്. ഫൗണ്ടേഷൻ വരുന്നുണ്ട്, ദെൻ ബ്രിക്ക്, മേസൺറി പറയുന്നത്, ഫൗണ്ടേഷൻ അതൊക്കെ നമ്മുടെ ഏതിലാണ്? ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണ് വരുന്നത്. സോ ബിൽഡിംഗ് മെറ്റീരിയലും കൺസ്ട്രക്ഷനും കൂടെ നമുക്ക് 10 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, 10 മാർക്കിനാണ് വരുന്നത്. ദെൻ അടുത്തതാണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ. ഓക്കെ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനിൽ നമുക്ക് സിലബസിൽ പറയുന്നത് 10 മാർക്കിനാണ് പറയുന്നത്. ഓക്കെ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനിലും 10 മാർക്കിനാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് റൂൾസ് ആൻഡ് ബൈലോസ്. ബിൽഡിംഗ് ബൈലോസ് സ്ഥിരമുള്ള ടോപ്പിക്ക് തന്നെയാണ് ആ ഭാഗത്ത്. ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലാസ് നോക്കണം. അതുപോലെ തന്നെ എസ്റ്റിമേഷൻ, അതിൻ്റെ റൂൾസ്, മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വർക്ക്, റേറ്റ് അനലൈസിസ്, വാല്യുവേഷൻ. ഓക്കെ, പിന്നെ ആ ഒരു എസ്റ്റിമേഷനുള്ള എല്ലാ ടോപ്പിക്കും നമ്മുടെ എസ്റ്റിമേഷൻ ടൈപ്സ്, അതുപോലെ അതിൻ്റെ യൂണിറ്റ് മെഷർമെൻറ്റ്, അതുപോലെ തന്നെ വാല്യുവേഷൻ. ഓക്കെ, അതിൻ്റെ കൂടെ ആ ഒരു ബിൽഡിംഗ് ബൈലാസ് കൂടെ നോക്കി വെച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ എസ്റ്റിമേഷനിൽ നിന്ന് നമുക്ക് 10 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷനും കൂടെ, ആ 2 സബ്ജക്റ്റും ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനും കൂടെയാണ് 10 മാർക്കിന്. ദെൻ എസ്റ്റിമേഷനിൽ നിന്ന് മാത്രമായിട്ട് വീണ്ടും 10 മാർക്കിനാണ് പറയുന്നത്. ഇവിടെയും സർവേ മാത്രമായിട്ടാണ് 9 മാർക്ക്. ഓക്കെ, ഓട്ടോ കേഡിൽ നിന്ന് 8 മാർക്ക്. അങ്ങനെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ദെൻ അടുത്തതാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. ഓക്കെ, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷനിൽ നമുക്ക് എത്ര? 9 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷനിൽ 9 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ ഇറിഗേഷൻ്റെ ടേംസ് പറയുന്നുണ്ട്. ഡൈവേർഷൻ ഹെഡ് വർക്ക്, സ്റ്റോറേജ് ഹെഡ് വർക്ക്, അതുപോലെ റിസർവോയർ, ഡാം, കനാൽ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, മെഷർമെൻറ്റ് ഓഫ് പ്രഷർ, ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി, അതെല്ലാം ആ ഒരു ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. ഇവിടെയും ആ ഒരു ഹൈഡ്രോളിക്സും ഇറിഗേഷനും കൂടെ ആഡ് ചേർന്നിട്ടാണ് അവർ പറയുന്നത്. 9 മാർക്കിനാണ് അതിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി സിലബസ് നമ്മുടെ PSC ഈ ഒരു കോളം രൂപത്തിൽ ടേബിളാർ കോളത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 1 എന്ന് പറയുന്നതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ വരുന്നതാണ്. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസും പ്രൊജക്ഷനും. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസും പ്രൊജക്ഷനും അതിൽ ഏതൊക്കെ ടോപ്പിക്ക് വരുന്നതെന്നും അതിന് ഓരോന്നിനും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും PSC ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസിൽ നിന്ന് 3 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസിൽ നിന്ന് 3 മാർക്കിനും ദെൻ ഇൻ്റർ പെനിട്രേഷൻ ഓഫ് സോളിഡ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആ ഒരു ഭാഗത്തുനിന്ന് 2 മാർക്കിനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സിലബസിൽ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസിൽ നിന്ന് 3 മാർക്കിനും ആ ഒരു പ്രൊജക്ഷൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് 2 മാർക്കിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലും ഡീറ്റെയിൽസ് ഉള്ള ടോപ്പിക്സ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസിൽ ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് പറയുന്നുണ്ട്, നീഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രി, ഡിഫറൻറ്റ് മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ് ദ സർഫേസ്, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസ് ബൗണ്ടഡ് ബൈ പ്ലെയിൻ ഓഫ് റെവല്യൂഷൻ, ഇൻ്റർസെക്ഷൻ ഈച്ച് അതർ, ഡെവലപ്മെൻറ്റ് ഓഫ് ഒബ്ലീക്ക് കോൺ വിത്ത് എലിപ്റ്റിക്കൽ ബേസ്, കാൽക്കുലേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ലെങ്ത് ഓഫ് ജിയോമെട്രിക്കൽ സോളിഡ്സ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് സർഫേസ് എന്ന ഭാഗത്ത് നിന്ന് ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്. ദെൻ പ്രൊജക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഓഫ് ഇൻ്റർസെക്ഷൻ ആൻഡ് ഇൻ്റർ പെനിട്രേഷൻ കർവ്, then common method to find out the curve of interpenetration, solution of problems on interpenetration of prism, cone and pyramids with their axis intersecting at an angle, intersection of cylinder. Okay, അപ്പോൾ അത് PSC ആ ഒരു ഓരോ സബ്ജക്റ്റ് കൊടുത്തിട്ട് ആ ഒരു ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഈ ഒരു സിലബസിൽ PSC പറയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തേതാണ് പറയുന്നത് മൊഡ്യൂൾ 2 പറയുന്നത്
ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫാസ്റ്റനേഴ്സ്, വെൽഡ് ആൻഡ് ലോക്കിംഗ് ഡിവൈസ്. അതിൽ ഫാസ്റ്റനേഴ്സിൽ നിന്ന് നമുക്ക് 3 മാർക്കിനാണ് പറയുന്നത്. ഓക്കെ, ഫാസ്റ്റനേഴ്സിൽ നിന്ന് 3 മാർക്കിനാണ്. വെൽഡിൽ നിന്ന് നമുക്ക് 2 മാർക്കിനാണ് പറയുന്നത്. ഓക്കെ, അവിടെയും ഓരോ ടോപ്പിക് വൈസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ മൊഡ്യൂൾ 2-ൽ തന്നെ ലോക്കിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ലോക്കിംഗ് ഡിവൈസിലും നമുക്ക് 3 മാർക്കിന് ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലോക്കിംഗ് ഡിവൈസിൽ നിന്ന് 3 മാർക്കിന് ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത് മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞാൽ പൈപ്പ് ജോയിൻ്റ് ആൻഡ് റിവറ്റഡ് ജോയിൻ്റ് ആണ് പറയുന്നത്. ഓക്കെ, മൊഡ്യൂൾ 3-ൽ പൈപ്പ് ജോയിൻറ്റ്സ് ആൻഡ് റിവറ്റഡ് ജോയിൻ്റ് എന്നാണ് പറയുന്നത്. അതിൽ നമ്മുടെ പൈപ്പ് ജോയിൻറ്റിൽ നിന്ന് 2 മാർക്കിനും റിവറ്റഡ് ജോയിൻറ്റിൽ നിന്ന് 3 മാർക്കിനുമാണ് പറയുന്നത്. ഓക്കെ, പൈപ്പ് ജോയിൻറ്റിൽ നിന്ന് 2 മാർക്കിനും റിവറ്റഡ് ജോയിൻറ്റിൽ നിന്ന് 3 മാർക്കിനുമാണ് പറയുന്നത്. അവിടെയും ആ ഒരു ടോപ്പിക് അവർ സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇതിനടുത്ത് മൊഡ്യൂൾ 4-ലോട്ട് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, മൊഡ്യൂൾ 4-ലോട്ട് വന്നു കഴിഞ്ഞാൽ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ്. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവിൽ നിന്ന് 4 മാർക്കിനും ഗിയർ ഡ്രൈവിൽ നിന്ന് 3 മാർക്കിനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബെൽറ്റ് ഡ്രൈവിൽ നിന്ന് 4 മാർക്കിനും ഗിയർ ഡ്രൈവിൽ 3 മാർക്കിനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ആ ഒരു മെക്കാനിക്കലിൽ വരുന്ന ടോപ്പിക്കാണല്ലേ. ഓക്കെ, ദെൻ അതേപോലെ മൊഡ്യൂൾ 5-ൽ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹൈഡ്രോളിക്സിൽ നിന്ന് 3 മാർക്കിനും അതുപോലെ ന്യൂമാറ്റിക്സിൽ നിന്ന് 2 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹൈഡ്രോളിക്സിൽ നിന്ന് 3 മാർക്കിനും അതുപോലെ ന്യൂമാറ്റിക്സിൽ നിന്ന് 2 മാർക്കിനും പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഓരോ ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തതാണ് മൊഡ്യൂൾ 6. ഓക്കെ, മൊഡ്യൂൾ 6 എടുത്തു കഴിഞ്ഞാൽ അതിൽ ലിമിറ്റ്സ്, ഫിറ്റ്, ടോളറൻസ്. ഓക്കെ, ഫിറ്റ്, ടോളറൻസ് പറയുന്നുണ്ട്. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് 4 മാർക്കിനാണ് വരുന്നത്. അവിടെയും ആ ഒരു ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് PSC എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത മൊഡ്യൂൾ 7-ൽ ബിയറിങ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബിയറിങ്സിൽ ടൈപ്സും അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് 4 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ടൈപ്സും അഡ്വാൻറ്റേജസും കൂടെ 4 മാർക്കിനാണ് ചോദിക്കുന്നത്. ദെൻ എന്നിട്ട് PSC ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക് ഡീറ്റെയിൽഡ് എബവ്, ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് മേ ആൾസോ അപ്പിയർ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ദെയർ ഈസ് നോ അണ്ടർടേക്കിംഗ് ദാറ്റ് ഓൾ ടോപ്പിക്സ് എബവ് മേ ബി കവേർഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സിലബസിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്കും PSC ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴും PSCയുടെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും അതേ ടോപ്പിക്കും തന്നെയാണ് ചോദിക്കുന്നത് എങ്കിൽ പോലും നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്നോണം നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിച്ച് വച്ചിരിക്കാവുന്നതാണ്. ഓക്കെ, ആദ്യം നിങ്ങൾ ഈ ഒരു സിലബസ് ഓറിയൻറ്റേഷൻ ചെയ്തുകൊണ്ട് സിലബസിലുള്ള അതേ ടോപ്പിക്ക് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ അതിൻ്റെ നിയറായിട്ട് വരുന്ന അത് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കി ടോപ്പിക്സ് കൂടെ നോട്ടിലുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി വച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനിയും നിങ്ങൾ പഠിത്തം മാറ്റി വയ്ക്കരുത്. എക്സാമിൻ്റെ തീയതി മാറിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് പഠിക്കാം എന്ന രീതിയിലോട്ട് മാറ്റി വയ്ക്കരുത്. ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഓക്കെ, ആ ഒരു മെക്കാനിക്കൽ ടോപ്പിക്കും എല്ലാം PSC അതിൽ ഇൻക്ലൂഡായി പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ സിലബസ് നോക്കി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.